ഏവർക്കും ഹാജാസ് ട്യൂഷൻസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. പരീക്ഷ മറ്റന്നാളാണ് അല്ലേ? മറ്റന്നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാ കുട്ടികളും എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് മറ്റന്നാളത്തെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററാണ് ജോമെട്രി ആൻഡ് അൽജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇങ്ങനെ നമുക്കിതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കോറായിട്ടുള്ള ചാപ്റ്ററുകളുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഏതാണ്? സോളിഡ്സ്. സോളിഡ്സിനകത്തെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനുകളും നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. കാരണം മറ്റന്നാൾ പരീക്ഷ ആയതുകൊണ്ട് വളരെ നന്നായിട്ട് ഈ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനുകളും ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്നും വ്യക്തമായിട്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് 2024 നമ്മളിപ്പോൾ 2025 മാർച്ചിലാണ് പരീക്ഷ എഴുതുന്നത്. 2024 മാർച്ച് പരീക്ഷയിൽ ഏതെല്ലാം ചോദ്യങ്ങളാണ് അന്നത്തെ കുട്ടികൾ പരീക്ഷ എഴുതിയത്, ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികൾ സോളിഡ്സിൽ നിന്നും അറ്റൻഡ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2024 മാർച്ച് പരീക്ഷയിലെ 3 ചോദ്യങ്ങളാണ് സോളിഡ്സിൽ നിന്ന് ചോദിച്ചത്. അതേപോലെ 2024 മാർച്ചിലും മോഡൽ എക്സാമിനും 2023 മാർച്ച് പരീക്ഷയിലും മോഡൽ എക്സാമിനും 3 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചതെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ കഴിയും. അതായത് 2025 നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന, മറ്റന്നാൾ എഴുതാൻ പോകുന്ന പരീക്ഷയിലും തിങ്കളാഴ്ച എഴുതാൻ പോകുന്ന പരീക്ഷയിലും 3 ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാവുക. ആ 3 ചോദ്യങ്ങളും വലിയ മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് എന്ന് മനസ്സിലാക്കുകയും വളരെ എളുപ്പത്തിൽ ഈ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയും ചെയ്യും. സോളിഡ്സിനകത്തുനിന്ന് 4 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന്, സമചതുര സ്തൂപിക എന്ന് പറയുന്ന ഒരു സാധനം, സ്ക്വയർ പിരമിഡ്, അത് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട്. വളരെ എളുപ്പമാണ് സ്ക്വയർ പിരമിഡ്. രണ്ടാമത് കോണാണ്. ഈ പാഠത്തിൽ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു 60 മുതൽ 70% വരെയും അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കോണിനാണ്. കോണും സെക്ടറും തമ്മിലുള്ള ബന്ധം, അങ്ങനെയുള്ള ഒരു പാർട്ടിനാണ് ഏറ്റവും കൂടുതൽ. കോണിൻ്റെ വോളിയം, കോണിൻ്റെ ഏരിയ, ഇതൊക്കെയാണ് അവർ കൂടുതലും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതേപോലെയാണ് ഹെമിസ്ഫിയറും സ്ഫിയറും. അപ്പോൾ സ്ക്വയർ പിരമിഡ്, കോണ്, സ്ഫിയർ, ഹെമിസ്ഫിയർ, പിന്നെ ഇതിൻ്റെ എല്ലാ കോമ്പിനേഷൻ, സിലിണ്ടറിൻ്റെ ഒരു പാർട്ടിൽ ഒരു കോൺ വെക്കുക, ഒരു സിലിണ്ടറിൻ്റെ ഒരു പാർട്ടിൽ ഒരു ഹെമിസ്ഫിയർ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ വോളിയം ചോദിക്കും. വളരെ എളുപ്പമാണ് മാർക്ക് സ്കോർ ചെയ്യാൻ. ഫോമുലകളുണ്ട്, കുറച്ച് ഫോമുലകളുണ്ട്. ആ ഫോമുലകൾ അറിയാമെങ്കിൽ ഈ പാഠത്തിലെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നമുക്ക് 2024 മാർച്ചിലെ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള, ആരമുള്ള ഒരു വൃത്തത്തിൽ നിന്നും ഒരു സെക്ടറിനെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഈ സർക്കിളിന്റെ റേഡിയസ് 15 ആണ്, 15 സെന്റിമീറ്റർ ആണ്, വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മളൊരു സെക്ടറിനെ കട്ട് ചെയ്യുന്നു. സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ഒരു പാർട്ടാണ്, വൃത്താംശം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. ഈ കട്ട് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ് അതിന്റെ സെൻട്രൽ ആംഗിൾ. 120 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ. എന്നിട്ട് ഇതിനെ നമ്മൾ റോൾ ചെയ്തിട്ട് ഒരു കോണാക്കി മാറ്റി. ഇങ്ങനെ ഒരു കോൺ അതിന്റെ ഷേപ്പിലോട്ട് മാറ്റി. നമ്മൾ ഒരു സെക്ടർ കട്ട് ചെയ്തെടുത്തു, ഒരു സർക്കിളിൽ നിന്ന് ഒരു സെക്ടർ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ റോൾ ചെയ്ത് നമ്മളൊരു കോണാക്കി മാറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ? ഒരു സെക്ടറിന്റെ, ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു സെക്ടറിന്റെ റേഡിയസ് എത്രയാണോ, ഒരു സെക്ടർ എവിടെ നിന്നാണ് എടുത്തത്? നമ്മളൊരു സർക്കിളിൽ നിന്നല്ലേ കട്ട് ചെയ്തെടുത്തത്, ഒരു വൃത്തത്തിൽ നിന്നല്ലേ കട്ട് ചെയ്തെടുത്തത്. ഒരു സർക്കിളിന്റെ റേഡിയസ് ആണ് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ്. ഒരു സർക്കിളിന്റെ റേഡിയസ് ആണ് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പഠിക്കണം. അപ്പൊ ഇവിടെ ഈ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് 15 ആണ്. ക്ലിയർ ആണ്? അപ്പോ വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ? അപ്പൊ നമുക്ക് എഴുതാം ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, സ്ലാന്റ് ഹൈറ്റ്, ചരിവുയരം, വൃത്തസ്തൂപികയുടെ ചരിവുയരം, സ്ലാന്റ് ഹൈറ്റ് ഓഫ് കോൺ ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ കാരണം? സർക്കിളിന്റെ സെക്ടറിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് കോണിന്റെ എന്തായിട്ട് വരും? സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് വരും. ക്ലിയർ ആണ്? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ ബേസ് റേഡിയസ് ഓഫ് ദ കോൺ? ഈ കോണിന്റെ ബേസ് റേഡിയസ് എത്രയാണ്? ഓക്കെ, ഇതിന്റെ ബേസ് റേഡിയസ് എത്രയാണ് എന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് അറിയാം
ഇതിനൊരു ബേസ്, ഈ കോണിന്റെ ഒരു ബേസ് റേഡിയസ് കാണും, നമുക്കതിനെ ആർ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ആർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ, അതായത് റേഡിയസ് ഓഫ് കോൺ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് സെക്ടർ, വൃത്തസ്തൂപികയുടെ ആരം ഡിവൈഡഡ് ബൈ വൃത്താംശത്തിന്റെ ആരം ഇസിക്കൽ ടു എക്സ്. എക്സ് എന്ന് പറയുന്നത് എന്താ? ഈ സെക്ടറിന്റെ ആംഗിൾ ഡിവൈഡഡ് ബൈ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ 360. ഈ ഒരു റിലേഷൻ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് അറിയാം. ഇതിൽ ക്യാപിറ്റൽ ആർ ആണ് കോണിന്റെ റേഡിയസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ. സ്മോൾ ആർ എത്രയാ? സ്മോൾ ആർ 15 അല്ലേ? ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാ? സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ അല്ലേ? 120 ഡിവൈഡഡ് ബൈ 360. ഇവിടെ ഈ 0 ക്യാൻസൽ ആവും, ഇത് ക്യാൻസൽ ആവും 3 പ്രാവശ്യം. ഇനി നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into r, 3r is equal to 15 എന്ന് കിട്ടും അല്ലെ? സോറി, 3r is equal to 15 എന്ന് കിട്ടും. r കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ ആർ is equal to 15 ഡിവൈഡ് ബൈ 3 is equal to 5 സെന്റിമീറ്റർ. അതായത് കോണിന്റെ റേഡിയസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. therefore നമ്മൾ എടുത്തെഴുതുന്നു, therefore radius of cone is equal to 5 സെന്റിമീറ്റർ. വൃത്തസ്തൂപികയുടെ ആരം 5 സെന്റിമീറ്റർ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദ കർവ്ഡ് സർഫസ് ഏരിയ. ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ ഇൻറ്റു ക്യാപിറ്റൽ എൽ അല്ലെ? അപ്പോ കർവ്ഡ് സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ എൽ. പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ എത്രയാ? 5 അല്ലേ? ക്യാപിറ്റൽ എത്രയാ? 15 അല്ലേ? 15. 5 into 15 എത്രയാ? 75 അല്ലേ? 75 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇത്രയുമാണ് ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ. പൊന്നു പിള്ളേരെ, ഇത് ഈ 3 ഒരു സബ് ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് മനസ്സിലാക്കും? ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോണും സെക്ടറും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. കോണും സെക്ടറും വെച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളാണ് പറയുന്നത്. നിങ്ങൾ നോക്കാതെ പോകരുത്. നോക്കേണ്ടത് കോണും സെക്ടറും തമ്മിലുള്ള റിലേഷൻ എല്ലാം പഠിക്കണം. രണ്ടാമത് പഠിക്കേണ്ടത് ഏരിയ ഓഫ് കോണിന്റെ ഫോർമുല എല്ലാം നോക്കിയിട്ട് പോകണം. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോൺ, ഇത് രണ്ടും നിങ്ങൾ നോക്കിയിട്ടേ പോകാവൂ, നോക്കാതെ പോകരുത്. ഓക്കെ, അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ എത്രയെന്ന് ചോദിച്ചാൽ പൈ ആർ എൽ ആണ്. എന്നാൽ ഇവിടെ ഇതിന്റെ ഈ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിക്കണമെങ്കിൽ ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പാർട്ട് സർക്കിൾ ഷേപ്പ് ആണ്, അത് പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ ആണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുക. ഓക്കെ, അപ്പം അത് നോക്കണം. പിന്നെ വോളിയം ഓഫ് കോൺ നോക്കണം. വോളിയം ഓഫ് കോൺ ഓക്കെ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് ഫോർമുല. ഇത് ഇത്രയും നിങ്ങൾ നോക്കണം. പിന്നെ കോണിന്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒരു നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പൊ അവിടെ സ്ലാൻഡ് ഹൈറ്റും റേഡിയസും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിലും അത് കണ്ടുപിടിക്കാൻ അറിയണം. ഇത്രയാണ് കോൺ. കോൺ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാവും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായോ എല്ലാവർക്കും? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡയമീറ്റർ ഓഫ് 2 ഹെമിസ്ഫിയർ. 2 ഹെമിസ്ഫിയറിന്റെ ഡയമീറ്ററിന്റെ റേഷ്യോ 5:3 ആണ്. ഓക്കെ, ഇനി റൈറ്റ് ദ റേഷ്യോ ഓഫ് ദ റേഡി. 2 അർദ്ധഗോളങ്ങളുടെ വ്യാസങ്ങളുടെ അംശബന്ധം തന്നിട്ടുണ്ട്, 5:3 ആണ്. അവരുടെ ആരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കണം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കൊരു കാര്യം ചെയ്യാം, 2 ഹെമിസ്ഫിയറിനെയും ഇവിടെ വരയ്ക്കാം. ഇത് ഒന്നാമത്തെ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ ഹെമിസ്ഫിയർ ആണ്. ഒന്നാമത്തെ ഹെമിസ്ഫിയറിന്റെ റേഡിയസിനെ നമുക്ക് R1 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ റേഡിയസിനെ നമുക്ക് R2 എന്നും റെപ്രസെന്റ് ചെയ്യാം. R1 R2. R1 എന്തിനെ സൂചിപ്പിക്കുന്നു? ഒന്നാമത്തെ ഹെമിസ്ഫിയറിന്റെ റേഡിയസ്. R2 രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ റേഡിയസ്. ക്ലിയർ ആണ്? ഇനി അപ്പോ ഇതിനകത്ത് ഡയമീറ്റർ ഓഫ് 2 ഹെമിസ്ഫിയർ തന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു പിള്ളേരെ, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയാ. ഇതാണ് ഡയമീറ്റർ.
ഒരു ഹെമിസ്ഫിയറിന്റെ തുറന്ന ഭാഗം എപ്പോഴും സർക്കിളിന്റെ ഷേപ്പിലായിരിക്കും. ഡയമീറ്റർ ഇങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുക. ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയമീറ്റർ തരുമ്പോൾ നമ്മൾ എന്താ എഴുതണം? D1:D2 എന്ന് എഴുതാം. 5:3. ഡയമീറ്ററിന്റെ റേഷ്യോ എന്താണോ അത് തന്നെ ആയിരിക്കും റേഡിയസിന്റെയും റേഷ്യോ. അപ്പോൾ റേഡിയസിന്റെ റേഷ്യോ ചോദിച്ചാൽ ഡയമീറ്ററിന്റെ റേഷ്യോ എഴുതിയാൽ മതിയടാ. 5:3 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡയമീറ്ററിന്റെ റേഷ്യോ എന്താണോ അത് തന്നെ ആയിരിക്കും റേഡിയസിന്റെയും റേഷ്യോ. ക്ലിയർ ആണ്? വ്യത്യാസം വരില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ സർഫസ് ഏരിയ. ഒന്നാമത്തവന്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ TSA 1 എന്ന് കൊടുക്കാം. രണ്ടാമത്തവന്റെ ഏത്? TSA 2 എന്നും നമുക്ക് കൊടുക്കാം. TSA 1ഉം TSA 2ഉം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഒന്നാമത്തെയും ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ടോട്ടൽ സർഫസ് ഏരിയ എന്നാണ്. TSA 1:2 TSA 2 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് ഹെമിസ്ഫിയറുകളുടെ ടോട്ടൽ സർഫസ് ഏരിയകളുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 3πr², πr1² ഈസ് 3πr2² എന്ന് എഴുതണം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിൽ 3യും ഈ 3യും നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ഈസ്റ്റുവിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന ഒരുപോലെയുള്ള കാര്യങ്ങളാണ് പൈയും 3യും. അത് രണ്ടും നമുക്ക് ഇല്ല എന്ന് വെക്കാം. അപ്പോ നമുക്ക് പിന്നെ എന്താ ബാക്കിയുള്ളത്? ഇവിടെ R1 ഉണ്ടല്ലേ. R1 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? 5 അല്ലേ? ഇവിടെ 5 കൊടുത്തിട്ടുണ്ട്. R1 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്, കാണുന്നില്ലേ? R2 എന്ന് പറഞ്ഞാൽ 3 ആണ്. R1 എന്ന് പറഞ്ഞാൽ എന്താണ്? R1 എന്ന് പറഞ്ഞാൽ 5ഉം R2 എന്ന് പറഞ്ഞാൽ 3യുമാണ്. അതെടുത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R1ന്റെ അവിടെ 5, 5ന്റെ സ്ക്വയർ ഈസ് 2. R2 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3യുടെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ എത്രയാ പിള്ളേരെ? 25. 3യുടെ സ്ക്വയർ എത്രയാ? 9. അപ്പോ നമുക്ക് ഫസ്റ്റ് ഏരിയ ഓഫ് ഫസ്റ്റ് ഈസ് 2, ഏരിയ ഓഫ് സെക്കൻഡ് ഇസ് ഈക്വൽ ടു 25:9 എന്ന് കിട്ടും. ക്ലിയർ ആണ്? വളരെ വ്യക്തമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ സർഫസ് ഏരിയാസ്. ഇനി അവരുടെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ആളിന്റെ അല്ലെങ്കിൽ ഇത് ഈ രണ്ട് ഹെമിസ്ഫിയറിൽ ഒരാളുടെ ടോട്ടൽ സർഫസ് ഏരിയ 100 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തവന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്തായിരിക്കും? നമുക്ക് എന്തായാലും ഒരു കാര്യം ഇപ്പം വളരെ വ്യക്തമായിട്ട് അറിയാം. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഇവരുടെ റേഷ്യോ 25:9 അല്ലേ? ഒന്നാമത്തവന്റെ സർഫസ് ഏരിയ പരപ്പളവും രണ്ടാമത്തവന്റെ പരപ്പളവും തമ്മിലുള്ള അംശബന്ധം 25:9 അല്ലേ? അപ്പൊ 25/9 എന്ന് എഴുതാലോ? എഴുതാം. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തവന്റെ സർഫസ് ഏരിയ 100 ആണ്. 100 ഡിവൈഡഡ് ബൈ TSA 2 രണ്ടാമത്തവന്റെ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 9. ഇതിൽ നിന്നും ഇത് രണ്ടും കൂടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? TSA 2 × 25 ഇസ് ഈക്വൽ ടു 100 × 9. ഇനി നമുക്ക് TSA 2 കണ്ടുപിടിക്കാൻ TSA 2 ഇസ് ഈക്വൽ ടു 100 × 9 ഡിവൈഡ് ബൈ 25. കണ്ടോ? ഇങ്ങനെയാ ചെയ്യാം. ഇതും കൂടെ വെട്ടിപ്പോകുന്നു 4 പ്രാവശ്യം അല്ലെ? 4 പ്രാവശ്യം. 4 × 9 എത്രയാണ്? 4 × 9 എന്ന് പറഞ്ഞാൽ 36 ആണ് അല്ലെ? 36 സെന്റിമീറ്റർ സ്ക്വയർ ആണ് രണ്ടാമത്തവന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഇത്രയും ഓക്കെ ആണോ? അപ്പോ ഒന്നാമത്തവന്റെ സർഫസ് ഏരിയ 100 ആണെങ്കിൽ രണ്ടാമത്തവന്റെ സർഫസ് ഏരിയ എത്രയായിരിക്കും? 36 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്ന് കിട്ടും. ക്ലിയർ ആണ്? അപ്പോൾ ഇത് ഹെമിസ്ഫിയറിൽ നിന്നുള്ള ചോദ്യമാണ്. ഹെമിസ്ഫിയറിന്റെ വോളിയം, ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ, ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ പഠിക്കണം. നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഹെമിസ്ഫിയറും സ്ഫിയറും ചോദിച്ചാൽ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഹെമിസ്ഫിയറിന്റെ വോളിയം 2/3 πr³ ആണ്. എന്നാൽ സ്ഫിയറിന്റെ വോളിയം 4/3 πr³ ആണ്. ഇനി ഇതിനകത്ത് സർഫസ് ഏരിയയും കൂടെ പഠിക്കണം. 3πr² ആണ് ഏതിൻ്റെത്? ഹെമിസ്ഫിയറിൻ്റെത്. അതേപോലെ സ്ഫിയറിൻ്റെയും
കർവ്ഡ് സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. കാരണം ഇതിനകത്ത് വേറെ കുഴപ്പിക്കേണ്ട ചോദ്യങ്ങളൊന്നും സാധാരണ സ്പിയറിൽ നിന്നോ ഹെമിസ്പിയറിൽ നിന്നോ ചോദിക്കാറില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്തിനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ തിങ്കളാഴ്ചത്തെ പരീക്ഷയിൽ എന്ത് വരും എന്ന് നമുക്കൊന്ന് മുൻകൂട്ടി അറിയാൻ പറ്റും. അതിനാണ് അത് ഉപകരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സാറ് ഞാൻ ഏകദേശം 25ഓളം വർഷമായി ഈ മാത്സ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 10ാം ക്ലാസ്സിൻ്റെ. അപ്പം നമുക്ക് അത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴും ആ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എ വെസൽ ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഒരു വെസലിന് സ്ക്വയർ പിരമിഡിൻ്റെ ഷേപ്പാണ്. ഇത് കണ്ടോ, ഇതൊരു സ്ക്വയർ പിരമിഡാണ്, ഇതൊരു സ്ക്വയർ പിരമിഡാണ്. ഇങ്ങനെയാണ് ഒരു സ്ക്വയർ പിരമിഡ് ഇരിക്കുക. ഒരു പാത്രത്തിന് ഇതേപോലത്തെ ഷേപ്പാണുള്ളത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, തുറന്ന പാത്രമാണ്. അപ്പോൾ നമുക്കറിയാം ഈ സ്ക്വയർ പിരമിഡ് ഇതൊന്ന് ഇമാജിൻ ചെയ്യണം നിങ്ങൾ. ഇതിങ്ങനെ തുറന്നിരുന്നാൽ അല്ലെ, അപ്പൊ തുറന്നിരിക്കുകയാണ്. എ വെസൽ വിത്തൗട്ട് ലിഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഒരു പാത്രത്തിന് സമചതുര സ്തൂപികയുടെ ആകൃതിയുണ്ട്. നമ്മൾ ഈ പോപ്കോൺ വാങ്ങിക്കൂലേ, പോപ്കോൺ വാങ്ങുമ്പോഴത്തേക്കും ഒന്നുകിൽ നമ്മൾ ഈ കോൺ ഷേപ്പിലായിരിക്കും അവർ ആ പോപ്കോൺ ഇട്ട് തരുന്ന പേപ്പർ തരുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ സ്ക്വയർ പിരമിഡിന്റെ രീതിയിൽ, മിക്കവാറും സ്ക്വയർ പിരമിഡിന്റെ രീതിയിലായിരിക്കും അല്ലെ. നമുക്ക് പോപ്കോൺ വാങ്ങുമ്പോൾ നമുക്ക് അതിനെ കവർ ചെയ്ത് തരുന്ന കണ്ടിട്ടില്ലേ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു വെസലാണ്. ഈ വെസൽ നമുക്ക് ഉണ്ടാക്കണം. ഇത് മെറ്റൽ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇതിന്റെ ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് 80 ആയിരിക്കണം. ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 26 ആയിരിക്കണം. സ്ലാൻഡ് ഹൈറ്റ് 26 വേണം, ബേസ് പെരിമീറ്റർ 80 വേണം. അങ്ങനെയാണെങ്കിൽ ഇതുണ്ടാക്കാൻ ആവശ്യമായ എന്തിന്റെ അളവ് കണ്ടുപിടിക്കണം? ഇതുണ്ടാക്കാൻ ആവശ്യമായ മെറ്റലിന്റെ അളവ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ്, അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ. LS കണ്ടുപിടിക്കും, ലാറ്ററൽ സർഫസ് ഏരിയ. ഈ ചരിഞ്ഞിരിക്കുന്ന സർഫസിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ഒന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ 4 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെ. അപ്പം ആ ഒരു പാർട്ടിന്റെ ഏരിയ ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനൊരു ഫോർമുലയുണ്ട്. ആ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റലിന്റെ അളവ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് വേണ്ടത്. ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് 2AL. 2AL എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2AL എന്ന് പറയുന്നതിൽ ശ്രദ്ധിക്കാനുള്ളത്, ക്വസ്റ്റ്യനിൽ എവിടെ വായിച്ചാലും നമുക്ക് കിട്ടത്തില്ല, ഇല്ല. പകരം അവർ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ 80 എന്നാണ് തന്നിരിക്കുന്നത്. പെരിമീറ്റർ 80 ആണ് തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്വയർ ആയിട്ടുള്ള ഈ ബേസ് ഉണ്ടല്ലോ, അതിന്റെ ചുറ്റുമുള്ള അളവാണ്, ചുറ്റളവെന്ന് പറയും. അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഫോർമുല 4A ആണ്. 4A = 80 ആണെങ്കിൽ A = 80 ഡിവൈഡഡ് ബൈ 4, 20 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സ്ലാൻഡ് ഹൈറ്റ് 26 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ 2 × 20 എത്രയാണ്? 26 കണ്ടോ. അപ്പൊ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 26 × 4 എത്രയാ? 26 × 4, 6 4 24, 4 ശിഷ്ടം 2, 8 8 2 10, 0. അപ്പോൾ 10 എഴുതി. ഇനി ഒരു 0 കൂടെ ഉണ്ട്. 1040 സെന്റിമീറ്റർ സ്ക്വയർ മെറ്റലാണ് വേണ്ടത്. 1040 സെന്റിമീറ്റർ സ്ക്വയർ മെറ്റൽ വേണം ഈ ഒരു വെസൽ ഉണ്ടാക്കാൻ. ഈ വെസൽ ഉണ്ടാക്കേണ്ടത് അപ്പൊ ഇതിന്റെ ബേസ് വേണ്ടേ? ബേസ് വേണ്ട. വെസൽ എന്ന് പറയണമെങ്കിൽ തുറന്നിരിക്കണ്ടേ. അപ്പൊ ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഈ സ്ക്വയർ ആയിട്ടുള്ള പാർട്ട് നമുക്ക് വേണ്ട. ആ സ്ക്വയർ ആയിട്ടുള്ള പാർട്ട് വേണമായിരുന്നെങ്കിൽ നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ടി വന്നേനെ. എങ്കിൽ +A² കൂടെ കൊടുക്കേണ്ടി വന്നേനെ. ഇപ്പൊ നമുക്ക് ലാറ്ററൽ ആയിട്ടുള്ള ഈ സർഫസ് മാത്രം മതി. 2AL മാത്രം കണ്ടുപിടിച്ചാൽ മതി. കാര്യം പിടി കിട്ടിയോ? ഓക്കെ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. B ക്വസ്റ്റ്യനിലേക്ക്. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ വെസൽ. ഈ വെസലിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഒരു വെസലിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ആദ്യം ആ വെസലിനെ നമ്മളിവിടെ അവിടെ വരയ്ക്കണം. ഇതാ കണ്ടോ, ഇവിടെ ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ വരയ്ക്കുന്നു. ഇവിടെ വെസലിനെ വരച്ചു. ഇതാണ് ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ്. ഇതാണ് അതിന്റെ ബേസിന്റെ പകുതി A/2. അത് ക്വസ്റ്റ്യനിൽ നമ്മളിവിടുന്ന് കണ്ടുപിടിച്ചു 20 ആണ്. അപ്പൊ A/2 എന്ന് പറഞ്ഞാൽ 10 ആണ്. സ്ലാൻഡ് ഹൈറ്റ് നമുക്കറിയാം. സ്ലാൻഡ് ഹൈറ്റ് എത്രയാ?
പറഞ്ഞേ, സ്ലാൻഡ് ഹൈറ്റ് എത്രയാ? 26 അല്ലേ? 26. നമുക്ക് ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഒരു സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് അറിയാം, ബേസിന്റെ പകുതി അറിയാം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ h = റൂട്ട് ഓഫ് വലുതിന്റെ സ്ക്വയർ L സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ a/2 ദ ഹോൾ സ്ക്വയർ. ഇവിടെ L സ്ക്വയർ എന്ന് പറഞ്ഞാൽ 26ന്റെ സ്ക്വയർ ആണ്. 26ന്റെ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. a/2 ദ ഹോൾ സ്ക്വയർ 10ന്റെ സ്ക്വയർ ആണ്. 26ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 26 × 26 ആണ്. 676 കിട്ടും. 676 മൈനസ് 10ന്റെ സ്ക്വയർ 100 ആണ്. അപ്പൊ അങ്ങനെ കുറച്ച് വരുമ്പോൾ റൂട്ട് ഓഫ് 576 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 576 എന്ന് പറഞ്ഞാൽ 24 ആണ് അല്ലെ? 24 × 24 ആണ് 576. അപ്പം റൂട്ട് ഓഫ് 576 എന്ന് പറയുമ്പോൾ 24 ആണ് എന്ന് കിട്ടും. ഇനി നമുക്ക് അപ്പൊ അത് കിട്ടി. കാൽക്കുലേറ്റ് ഹൈറ്റ് ഓഫ് ദ വെസൽ, അത് 24 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ ഇൻ ലിറ്റേഴ്സ്? ഇതിന്റെ കപ്പാസിറ്റി എന്തിൽ കാണണം? നമ്മൾ ലിറ്ററിൽ കാണണം. അപ്പൊ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ വോളിയം 1/3 a²h ആണ് വോളിയത്തിന്റെ ഫോർമുല. 1/3 a²h. 1/3 അതുപോലെ എഴുതുക. a² എന്ന് പറഞ്ഞാൽ ഇവിടെ a എത്രയാണെന്ന് അറിയാലോ? 20 ആണ്. 20ന്റെ സ്ക്വയർ 20 × 20 സ്ക്വയർ. h എത്രയാണ്? ഹൈറ്റ് എത്രയാണ്? 24. കണ്ടോ? ഈ 3ഉം ഇതും കൂടെ വെട്ടിപ്പോകുന്നു 8 പ്രാവശ്യം. 8 3 ആണ് 24. 20 × 20 × 8 എത്രയാന്ന് നോക്കുക. അപ്പം 2 × 2 4 ആണ്. 4 8 32 ആണ്. 32ഉം 2 0. അത്രയും സെന്റിമീറ്റർ ക്യൂബാണ് വോളിയം. വോളിയം ഇൻ ലിറ്റേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. വോളിയത്തെ ലിറ്ററിൽ കാണാനാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് വോളിയം എത്രയുണ്ടോ, വ്യാപ്തം എത്രയുണ്ടോ അതിനെ ലിറ്ററിൽ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ലിറ്ററിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ വോളിയം എന്താണോ കിട്ടിയത് അതിന്റെ യൂണിറ്റ് ശ്രദ്ധിക്കണം. യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബാണ്. സെന്റിമീറ്റർ ക്യൂബിനെ നമുക്ക് ലിറ്ററിലോട്ട് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3200 ഡിവൈഡഡ് ബൈ 1000. കണ്ടോ? അപ്പോ ഈ 0 0 ക്യാൻസൽ, 0 0 ക്യാൻസൽ. 32 ഡിവൈഡഡ് ബൈ 10. ഒരു പോയിന്റ് വലത്ത് നിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണതിന് പകരം 3.2 ലിറ്റർ എന്ന് കിട്ടും. എൻ്റെ പൊന്നു പിള്ളേരെ, ഇതിനകത്ത് ഈ പാത്രത്തിനകത്ത് 3.2 ലിറ്റർ വെള്ളം കൊള്ളും. അല്ലെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റി 3.2 ലിറ്റർ ആണ് എന്ന് വ്യക്തമായി മനസ്സിലായി. ഇനി ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുള്ളത്, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അളവുകളുടെ എല്ലാം യൂണിറ്റ് സെന്റിമീറ്റർ ആയതുകൊണ്ടാണ് വോളിയം സെന്റിമീറ്റർ ക്യൂബ് കിട്ടിയത്. എന്നാൽ എല്ലാത്തിൻ്റെയും ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന യൂണിറ്റുകളെല്ലാം മീറ്ററിലാണെങ്കിൽ അവിടെ നമുക്ക് വോളിയമായി മീറ്റർ ക്യൂബ് കിട്ടും. മീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ട് മാറ്റാൻ ഇൻറ്റു 1000. മീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ട് മാറ്റാൻ ഇൻറ്റു 1000 ആണ് എന്നതും കൂടി ഓർക്കേണ്ടതുണ്ട്. സെന്റിമീറ്റർ ക്യൂബ് ആയതുകൊണ്ടാണ് ലിറ്ററിലോട്ട് മാറ്റാൻ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 കൊടുത്തത്. മക്കളെ മനസ്സിലായോ? അപ്പോ എൻ്റെ പൊന്നുമക്കളെ, ഇത്രയും ചോദ്യങ്ങൾ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആ ചാപ്റ്ററിലെ ഹൃദയമാകുന്ന ഭാഗത്ത് നിന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എ ക്വസ്റ്റ്യൻ ഫ്രം സ്ക്വയർ പിരമിഡ്, എ ക്വസ്റ്റ്യൻ ഫ്രം കോൺ, എ ക്വസ്റ്റ്യൻ ഫ്രം ഹെമിസ്ഫിയർ. ഈ 3 ചോദ്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള സംഭവ ബഹുലമായ ഒരു സദ്യയായിരുന്നു 2024 സോളിഡ്സിൽ നിന്ന് അവർ ഒരുക്കിയത്. ഇനി നമുക്ക് 2024 മോഡൽ എക്സാമിന് ഏതെല്ലാം ചോദ്യങ്ങളാണ് ആ കുട്ടികളെ, ഇപ്പോഴത്തെ +1 കുട്ടികളെ കാത്തിരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് 2024 മോഡൽ എക്സാമിലെ ചോദ്യങ്ങളിലേക്ക് പോവാം. 2024 മോഡൽ എക്സാമിന് ചോദിച്ച 3 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. A cone of radius 12 cm is to be made by folding a sector cut from a circle of radius 20 cm. 20 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ നിന്നും കട്ട് ചെയ്തെടുത്ത, മുറിച്ചെടുത്ത ഒരു വൃത്താംശത്തെ മടക്കിയാണ് 12 സെന്റിമീറ്റർ ആരമുള്ള പാത ആരമുള്ള ഒരു കോൺ നിർമ്മിച്ചത്, ഒരു വൃത്തസ്തൂപിക നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു വൃത്തസ്തൂപികയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ വൃത്തസ്തൂപിക നമുക്ക് അങ്ങ് വരച്ചു വെക്കാം. ആ വൃത്തസ്തൂപികയുടെ റേഡിയസ് ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ വ്യക്തം.
ഈ കോൺ നിർമ്മിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്ന സെക്ടർ ഏതോ ഒരു സർക്കിളിന്റെ ഒരു ഭാഗമാണ്. സർക്കിളിന്റെ ഒരു സർക്കിളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നതാണ്. ഇത് കംപ്ലീറ്റ് ഒരു സർക്കിളാണ്, അതിന്റെ ഒരു ഭാഗമാണ്. ഒരു സർക്കിളിന് പ്രധാനമായും ഒരു സർക്കിളിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് വരുന്ന വൃത്താംശത്തിന് സെക്ടറിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് അതിന് സെൻട്രൽ ആംഗിൾ ഉണ്ട്, അതിനൊരു റേഡിയസ് ഉണ്ട്. ആ റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്മോൾ ആർ ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. സെക്ടറും കോണും വ്യക്തമായി പഠിച്ച ഒരാൾ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഒരു സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയിരിക്കും എന്ന്. സെക്ടറിന്റെ റേഡിയസ് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയിരിക്കും പിള്ളേരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 എന്ന് നമുക്ക് കൊടുക്കാം. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 12 അല്ലേ? ആണ്. ഡിവൈഡഡ് ബൈ സ്മോൾ ആർ എത്രയാണ്? 20 ആണ്. ഇസ് ഈക്വൽ ടു എക്സ് സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ആണ്, അറിയത്തില്ല, ഡിവൈഡഡ് ബൈ 360. പൊന്നു പിള്ളേരെ, നമ്മൾ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 360 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു എക്സ്. എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 20 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പോരെ? മതി, നമുക്ക് ഇതെല്ലാം അറിയാം. 360 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 20. ഈ സീറോയും ക്യാൻസൽ ആവൂലേ? ആവും. ഈ രണ്ടും ഇതും ക്യാൻസൽ ആവൂലേ? 6 പ്രാവശ്യം അതും ആവും. അങ്ങനെയാണെങ്കിൽ 36 ഇൻറ്റു 6, 6 36, 6 ശിഷ്ടം 3, 6 3 18, 18 3 21, 216 ഡിഗ്രി എന്ന് കിട്ടും. 216 ഡിഗ്രിയാണ് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്? കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ബി ക്വസ്റ്റ്യൻ കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ്. കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ ഇൻറ്റു ക്യാപിറ്റൽ എൽ. പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ കോണിന്റെ റേഡിയസ്. കോണിന്റെ റേഡിയസ് എത്രയാ? 12. ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞാലോ 20 അല്ലെ? കോണിന്റെ സ്ലാന്റ് ഹൈറ്റ്. അപ്പം 12 ഇൻറ്റു 2 എത്രയാ? 24. ഒരു 0 കൂടെ കൊടുക്കുക, പൈ കൊടുക്കുക, സെന്റിമീറ്റർ സ്ക്വയർ കൊടുക്കുക. കണ്ടോ? കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ നമ്മൾ കണ്ടുപിടിച്ചു. 240 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പം ഇത് പഠിക്കണം. കാരണം ഇത് 2 വർഷം, ഈ 2 പരീക്ഷകളിലും 2024 മോഡലിലും 2024 മാർച്ചിലും പബ്ലിക് എക്സാമിലും 2020 21 സെക്ടർ കോൺ റിലേഷൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, എ സോളിഡ് മെറ്റൽ ഹെമിസ്ഫിയർ. ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഹെമിസ്ഫിയറിന് 10 സെന്റിമീറ്റർ ആണ് റേഡിയസ്. അതിനെ മെൽറ്റ് ചെയ്യുന്നു. എ സോളിഡ് മെറ്റൽ ഹെമിസ്ഫിയർ. അപ്പൊ നമ്മുടെ കയ്യിലൊരു മെറ്റൽ ഹെമിസ്ഫിയർ ഇരിപ്പുണ്ട് ഇങ്ങനെ. ഇതിന്റെ റേഡിയസ് എത്രയാണ്? ബേസ് റേഡിയസ് എത്രയാണ്? സ്മോൾ ആർ ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഇതിനെ നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് സോളിഡ് ആയിട്ടുള്ള സ്പിയർ ആക്കുന്നു. ഇങ്ങനത്തെ സ്പിയർ ഉണ്ടാക്കും. ആ സ്പിയറിന്റെ റേഡിയസ് എത്രയാണ്? ആർ ഇസ് ഈക്വൽ ടു എത്രയാ? 1 സെന്റിമീറ്റർ. ഓക്കെ. അപ്പോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വലിയ വസ്തു, ഈ വലിയ വസ്തു ഏതാണ്? ഹെമിസ്ഫിയർ ആണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു അർദ്ധഗോളമാണ് വലുത്. ഇതിനെ നമ്മൾ ഉരുക്കിയിട്ട് നമ്മൾ എന്താക്കുന്നു? ഗോളം, സ്പിയർ ആക്കി മാറ്റാൻ പോകും. ഒരു വലിയ വസ്തുവിൽ നിന്നും കുറെ ചെറിയ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പരീക്ഷയിൽ സോളിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു വലിയ വസ്തുവിനെ തന്നിട്ട്, അതിന്റെ അളവുകൾ തന്നിട്ട് അതിൽ നിന്നും എത്ര ചെറുതിനെ നിർമ്മിക്കാൻ കഴിയും എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഹെമിസ്ഫിയറിനെ നമുക്ക് എത്ര കുഞ്ഞു സ്പിയറുകളാക്കി മാറ്റാം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വോളിയം ഓഫ് എന്ത് കണ്ടുപിടിക്കണം? വോളിയം ഓഫ് വലുത്. വോളിയം ഓഫ് വലുത്. വലുതാര? ഹെമിസ്ഫിയർ. വോളിയം ഓഫ് ഹെമിസ്ഫിയർ. അർദ്ധഗോളത്തിന്റെ വ്യാപ്തം. അർദ്ധഗോളത്തിന്റെ വ്യാപ്തം ഫോർമുല 2/3 πr ക്യൂബ്.
2/3 പൈ ആർ ക്യൂബ് എത്രയാ? 2/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ് 10ന്റെ ക്യൂബ് 10 ഇൻറ്റു 10 ഇൻറ്റു 10. സോ ഇതാണ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ചെറുതേതാ? നമുക്ക് എന്താ ഉണ്ടാക്കിയെടുക്കേണ്ടത്? വോളിയം ഓഫ് സ്പിയർ. സ്പിയറിന്റെ വോളിയം ഫോമിൽ എന്താ? 4/3 പൈ ആർ ക്യൂബ്. അപ്പോൾ 4/3 പൈ ഓക്കെ ആർ ക്യൂബ് 1 ഇൻറ്റു 1 ഇൻറ്റു 1. ഇനി നമുക്ക് എത്ര ഗോളങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് സ്പിയർ മേഡ് ഫ്രം ഹെമിസ്ഫിയർ. ഓക്കെ, അർദ്ധഗോളത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഗോളങ്ങളുടെ എണ്ണം. വലുതിന്റെ വോളിയം മുകളിൽ എഴുതുക. 2/3 ഇൻറ്റു പൈ ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ ചെറുതിന്റെ വോളിയം 4/3 ഇൻറ്റു പൈ ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1. ഇതിൽ ഈ /3 ക്യാൻസൽ ആവും, ഈ പൈയും ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത് നോക്കാം. ബാക്കിയുള്ളത് 2 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 4 ഇത്രയേ ഉള്ളൂ. ഇനി ഇതും ക്യാൻസൽ ആവും. ഇത് ഒരു പ്രാവശ്യം, ഇത് 2 പ്രാവശ്യം. ഈ 10 ഇൻറ്റു 10 ഇൻറ്റു 10 എത്രയാണ്? 1000 ആണ്. 1000 ഡിവൈഡ് ബൈ 2 സമം എത്രയാ? 500. എൻ്റെ പൊന്നു പിള്ളേരെ, ആൻസർ 500 ആണ്. അതായത് ഈ ഹെമിസ്ഫിയറിനെ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഹെമിസ്ഫിയറിനെ നമുക്ക് ഉരുക്കിയിട്ട് 500 ഇത്തരത്തിലുള്ള ഗോളങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് തന്നിരിക്കുന്ന ഹെമിസ്ഫിയർ, ആ വലിയ ഹെമിസ്ഫിയറിനെ ഉരുക്കി 500 ഗോളങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. ഇത്തരത്തിൽ ചോദിക്കും. ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഈ ചോദ്യം മാത്രമല്ല. ഒരു കോൺ തന്നിട്ട് ആ കോണിൽ നിന്നും എത്ര, ഒരു കോണിന്റെ ഒരു വലിയ കോൺ തരുന്നു, ആ കോണിൽ നിന്നും എത്ര ഗോളം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു സിലിണ്ടർ തരുന്നു, സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഫോർമുല എന്താ? πr²h. അപ്പൊ ആ ഒരു സിലിണ്ടറിൽ നിന്നും എത്ര കോൺ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എത്ര ഗോളം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എത്ര അർദ്ധഗോളം ഉണ്ടാക്കാം ചോദിക്കും. ഈ ഒരു രീതിയിലുള്ള ഒരു ചോദ്യം സോളിഡിനകത്ത് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഒരു വലിയ വസ്തു തന്നിട്ട് എത്ര ചെറുതുണ്ടാക്കാം എന്ന് ചോദിക്കാറുണ്ട്. 2024 മോഡൽ എക്സാമിന് ചോദിച്ച മറ്റൊരു ചോദ്യം ഈ ചാപ്റ്ററിന്റെ ഹൃദയമാകുന്ന ചോദ്യമാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം. എ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ അറ്റാച്ച്ഡ് ടു എ ഹെമിസ്ഫിയർ. ഒരു ഹെമിസ്ഫിയർ, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു കോമ്പിനേഷനുകൾ ചോദിക്കാറുണ്ടെന്ന്. ഒരു ഹെമിസ്ഫിയർ ഉണ്ട്, അതിലേക്ക് നമ്മളൊരു കോൺ വെച്ച് കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ ഇങ്ങനത്തെ ഒരു രൂപം കിട്ടും. ഇറ്റ്സ് കോമൺ റേഡിയസ്, ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ടോട്ടൽ ഹൈറ്റ്, ഇത് എവിടം മുതൽ എവിടം വരെ ഉണ്ടോ ആ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 17 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ? കോണിന്റെ ഹൈറ്റ് എത്രയാണ്? സാറ് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം. ഒരു ഹെമിസ്ഫിയറിന്റെ റേഡിയസ് അത് തന്നെയാണ് അതിന്റെ ഹൈറ്റും. ഓക്കെ, അങ്ങനെ ഓർമ്മിച്ച് വെക്കണം. ഒരു ഹെമിസ്ഫിയറിന്റെ റേഡിയസും ഹൈറ്റും ഒന്ന് തന്നെയാണ്. അപ്പോ ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് അവർ തന്നിട്ടുണ്ട് 17 ആണ്. അപ്പോൾ അതിൽ നിന്നും കോണിന്റെ ഹൈറ്റിലേക്ക് എത്തണം. ഹൈറ്റ് ഓഫ് ദ കോൺ കണ്ടുപിടിക്കണം. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ കോൺ, വൃത്തസ്തൂപികയുടെ ഉയരം കിട്ടാൻ ടോട്ടൽ ഹൈറ്റിൽ നിന്നും നമ്മൾ ഈ റേഡിയസിനെ കുറച്ചാൽ മതി. റേഡിയസ് എന്ന് പറയുന്നത് ഹെമിസ്ഫിയറിന്റെ ഹൈറ്റും റേഡിയസും ഒന്ന് തന്നെയാണ്. അപ്പോൾ 14 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഇനി ഇതിന്റെ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ടോയ്. ഈ കളിപ്പാട്ടത്തിന്റെ വോളിയം എത്രയാണ്? വോളിയം കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ V. 2 വോളിയം ഉണ്ട്. വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. വോളിയം ഓഫ് കോണിനെ V1 എന്ന് എടുക്കാം, വോളിയം ഓഫ് ഹെമിസ്ഫിയറിനെ നമുക്ക് V2 എന്ന് എടുക്കാം. അപ്പോ വോളിയം ഓഫ് കോൺ എത്രയാ? 1/3 πr²h പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ എത്രയാണ്? 2/3 πr²h. 2/3 πr²h, സോറി 2/3 πr³ πr²h അല്ല, 2/3 πr³. ഓക്കെ, πr³ ക്ലിയർ ആണ്? πr³ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് ദ ടോയ് കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു
ആർ സ്ക്വയർ എത്ര പിള്ളേരെ? ഇവിടെ ആർ സ്ക്വയർ എന്ന് പറയുമ്പം ഇവിടെ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എവന്റെ, അതായത് ഈ കോണിന്റെ ഹൈറ്റ് 14 ഓക്കെ, പ്ലസ് 2/3 ഇൻറ്റു 2/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബ് ഇസിക്കൽ ടു, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു 3 ഉണ്ട് ഈക്വേഷനിൽ, ഇവിടെ 3 രണ്ടെണ്ണം ഉണ്ട്, അതിൽ ഒരെണ്ണമായിട്ട് വെട്ടിപ്പോവാം. ബാക്കി 3 ഇൻറ്റു 14 ഇൻറ്റു 3 2 ശിഷ്ടം 1 ഓക്കെ 42 എന്ന് കിട്ടുന്നു. 42 പൈ പ്ലസ് ഇവിടെ 3ഉം ഇതിനകത്ത് 3 മൂന്നുകളുണ്ട്, അതിൽ ഒന്നുമായിട്ട് വെട്ടിപ്പോകുന്നു, ബാക്കി 2 ഉള്ളൂ. അപ്പോൾ 3ന്റെ സ്ക്വയർ 9 ഇൻറ്റു 2 18 പൈ, 42 പൈയും 18 പൈയും മൊത്തം 60 പൈ. ഓക്കെ, 60 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ ഉത്തരം. ക്ലിയർ ആണ്? ഈ ടോയുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 60 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. മോഡൽ എക്സാം 2024 ചോദിച്ച ചോദ്യമാണ്. ഇനി എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ പറഞ്ഞു തരാനുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇതേപോലെ പരീക്ഷയിൽ ഇത് പറയുന്നത് അച്ചട്ടായിട്ട് ചോദിക്കും. ഒന്നുകിൽ ഈ ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ കോമ്പിനേഷനാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു സിലിണ്ടർ തന്നിട്ട് ആ സിലിണ്ടറിന്റെ ഒരു പാർട്ടിൽ ഒരു ഹെമിസ്ഫിയർ, അടുത്ത പാർട്ടിലും ഒരു ഹെമിസ്ഫിയർ, അപ്പോൾ ഒരു പെട്രോൾ ടാങ്കിന്റെ രൂപം കിട്ടും. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതിന്റെ കോമ്പിനേഷൻ ചോദിക്കും. ടോട്ടൽ ഹൈറ്റ് തരും, കോമൺ റേഡിയസ് തരും, ഇങ്ങനെയൊക്കെ തന്നിട്ടായിരിക്കും ഈ ചോദ്യം ചോദിക്കുക. ചെയ്യണം. ഇവിടെ വോളിയം ഓഫ് ആദ്യം ഈ ഹെമിസ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കണം, സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കണം, പിന്നെ ഈ ഹെമിസ്ഫിയറിന്റെ വോളിയം. കാരണം ഈ ഹെമിസ്ഫിയറിന്റെ വോളിയം തന്നെയായിരിക്കും ഇവിടെ. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം കിട്ടും. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. ഒരു സിലിണ്ടർ തരും, അതായത് ഒരു സിലിണ്ടർ ആണ്. ഈ സിലിണ്ടർ തന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു ഹെമിസ്ഫിയർ വെക്കും, ഒരു സ്ഥലത്ത് ഒരു കോൺ വെക്കും. മനസ്സിലായോ? രണ്ട് സൈഡിലും വേണമെങ്കിൽ കോൺ വെക്കാം. ഒരു ഹെമിസ്ഫിയർ തന്നിട്ട്, അല്ല ഒരു സിലിണ്ടർ തന്നിട്ട് ഇവിടെ ഒരു കോൺ വെക്കാം, ഇവിടെ ഒരു കോൺ വെക്കാം, ഇങ്ങനെ തരാം. ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ചോദിക്കുക. എളുപ്പമാണ്. കോമ്പിനേഷൻ ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ട് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2023 മാർച്ചിലെ ചോദ്യങ്ങൾ ചെയ്യാം. എ കോൺ ഈസ് മേഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 20 സെന്റിമീറ്റർ. ഒരു കോൺ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ പകുതി, ഒരു വൃത്തത്തിന്റെ പകുതി എടുത്ത് നമ്മൾ റോൾ ചെയ്തപ്പം നമുക്കൊരു കോൺ കിട്ടി. അത് നല്ലൊരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പം ഇതുവരെ ഒരിടത്തും ചോദിച്ചിട്ടില്ല. സെമി സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം, ഒരു സർക്കിളിന്റെ ഒരു എന്താ പറയുക, അർത്ഥവൃത്തം മടക്കി ഉണ്ടാക്കുന്ന കോണിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഒരു അർത്ഥവൃത്തത്തിന്റെ റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഒരു ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു സെക്ടർ, ഒരു വൃത്താംശം, അതിനൊരു റേഡിയസ് കാണും, അതിനെന്തായാലും ഒരു റേഡിയസ് കാണും. അത് മടക്കി ഒരു കോൺ ഉണ്ടാക്കുമ്പോൾ ആ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എവന്റെ റേഡിയസ് ആയിരിക്കും, സർക്കിളിന്റെ റേഡിയസ്, സെക്ടറിന്റെ റേഡിയസ് ആയിരിക്കും. ഇനി ഒരു സെമി സർക്കിൾ മടക്കിയിട്ടാണ് ഒരു കോൺ ഉണ്ടാക്കുന്നതെങ്കിൽ ആ കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഓക്കെ സെക്ടറിന്റെ റേഡിയസിന്റെ പകുതിയായിരിക്കും. സെക്ടറിന്റെ റേഡിയസിന്റെ പകുതിയായിരിക്കും. ഈ റിലേഷൻ പഠിക്കണം. എന്താണ് സാറ് പറഞ്ഞത്? ഒരു സെക്ടർ ഒരു സെമി സർക്കിൾ ആണെങ്കിൽ ആ സെക്ടറിന്റെ റേഡിയസ് കോൺ നമ്മൾ ഉണ്ടാക്കുന്ന, അത് മടക്കി ഉണ്ടാക്കുന്ന കോണിന്റെ ഈ റേഡിയസിന്റെ പകുതി എടുത്താൽ, സെമി സർക്കിളിന്റെ റേഡിയസിന്റെ പകുതി എടുത്താൽ നമുക്ക് കോണിന്റെ റേഡിയസ് കിട്ടും. ഇവിടെ സ്വാഭാവികമായും ഒരു സെക്ടറിന്റെ റേഡിയസ് കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ 20 ആവുന്നതുകൊണ്ട് ഇവിടെ ഈ സ്ലാൻഡ് ഹൈറ്റ് 20 എടുത്തു. ഇനി സെമി സർക്കിൾ മടക്കിയാണ് കോൺ ഉണ്ടാക്കിയത്, അതുകൊണ്ട് കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സെമി സർക്കിളിന്റെ റേഡിയസിന്റെ പകുതിയാണ്, അതായത് 10 സെന്റിമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? ഇനി വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? ഒന്നാമത്തെ ചോദ്യം. കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് ചോദിക്കുന്നതേ ഒരു ചെറിയ ചോദ്യമാണെന്ന് മനസ്സിലാക്കാം. കാരണം സെക്ടറിന്റെ റേഡിയസ്
കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് 20 സെന്റിമീറ്റർ ആണല്ലോ. രണ്ടാമത്തത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ കോൺ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ കോൺ. റേഡിയസ് ഓഫ് ദ കോൺ എത്ര? റേഡിയസ് ഓഫ് ദ കോണ് അന്വേഷിച്ച് നിങ്ങൾ വിഷമിക്കരുത്. കാരണം സെമി സർക്കിൾ മടക്കി ഒരു കോൺ ഉണ്ടാക്കുമ്പോൾ ആ കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സെമി സർക്കിളിന്റെ റേഡിയസിന്റെ പകുതിയായിരിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, r/2 ആണ് റേഡിയസ്. അപ്പോൾ r എന്ന് പറഞ്ഞാൽ 20 അല്ലേ, 20/2 എത്രയാ? 10 ആണ്. ക്ലിയർ ആണ്. കാൽക്കുലേറ്റ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? πRL. പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ എത്രയാ? 10 അല്ലേ. ക്യാപിറ്റൽ എൽ എത്രയാ? 20 അല്ലേ. 20 × 10 200 അല്ലേ? 200 അല്ലേ? 200 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ക്ലിയർ ആണ്. ഇവിടെ കർവ്ഡ് സർഫസ് ഏരിയ 200 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, എ സ്ക്വയർ പിരമിഡ് ഈസ് മേഡ് ബൈ കട്ടിംഗ് ഔട്ട് എ പേപ്പർ ആസ് ഇൻ ദ ഫിഗർ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സ്ക്വയർ പിരമിഡ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കട്ട് ചെയ്തു. അപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ പിക്ചർ ഇല്ല. നമുക്ക് പിക്ചർ വരയ്ക്കാം. നമുക്കിവിടെ ഒരു പിക്ചർ വരച്ചിടാം. ഓക്കെ, വളരെ ശ്രദ്ധിക്കണേ. എ സ്ക്വയർ പിരമിഡ് ഈസ് മേഡ് ബൈ കട്ടിംഗ് ഔട്ട് എ പേപ്പർ ആസ് ഇൻ ദ ഫിഗർ. നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പേപ്പർ കട്ട് ചെയ്ത് ഒരു സമചതുര സ്തൂപിക നിർമ്മിക്കുന്നു, അതായത് ഒരു സ്ക്വയർ പിരമിഡ് നിർമ്മിക്കുന്നു. സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് 40. അപ്പം ഒരു സ്ക്വയർ പിരമിഡിന് സ്ക്വയർ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാവും. 4 ട്രയാങ്കിൾസും കാണും അല്ലെ. 1 2 3 4 4 ട്രയാങ്കിളും ഒരു സ്ക്വയറും ചേരുമ്പോഴാണ് ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ബേസ് സൈഡ് എന്ന് പറഞ്ഞാൽ 40 ആണ്. ഇതിന്റെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് 25 ആണ്. ഈ ട്രയാങ്കിളിനെ എല്ലാം ഉയർത്തി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു കോൺ ഫോം ചെയ്യും. നമ്മൾ നേരത്തെ സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. യൂട്യൂബിൽ ക്ലാസ് കിടപ്പുണ്ട് സോളിഡ്സിനകത്ത്. അപ്പൊ നമ്മൾ സോളിഡൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞു തന്നത്. ഈ ട്രയാങ്കിൾ എല്ലാം ഇങ്ങനെ ഉയർത്തി വെക്കുമ്പോൾ അതൊരു കോണാവും. ആ സമയത്ത് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയ 25 കോണിന്റെ എന്തായിട്ട് വരും? സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ചോദ്യം, വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ്? ഈ സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്തായിരിക്കും? ഈ 4 ട്രയാങ്കിളും ഇങ്ങനെ ഉയർത്തി വെച്ച് നമ്മൾ ക്ലിപ്പ് ചെയ്യുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടോ? ട്രയാങ്കിളിന്റെ ഹൈറ്റ് 25 അല്ലേ? ഇത് ഈ സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആവും. അപ്പം സ്ലാൻഡ് ഹൈറ്റ് എത്രയാന്ന് ചോദിച്ചാൽ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് സ്ക്വയർ പിരമിഡ് ഇസ് ഈക്വൽ ടു ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണെന്ന് വ്യക്തമായി മനസ്സിലായോ? അപ്പൊ ഇത് കേട്ടോ, ഇവിടെ ഈ ചിത്രത്തിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ഒരു പേപ്പറിൽ സ്ക്വയർ പിരമിഡും ഉണ്ട്, ഒരു സ്ക്വയറും ഉണ്ട്, 4 ട്രയാങ്കിളും ഉണ്ട്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഇതിനെ ഉയർത്തി വെച്ച്, ഈ ട്രയാങ്കിളിനെല്ലാം ഉയർത്തി വെച്ച് ഒരു സ്ക്വയർ പിരമിഡ് ആക്കുന്ന സമയത്ത് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആകും എന്നാണ് പറഞ്ഞത്. ഇനി 2, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്. ഈ പിരമിഡിന്റെ ഹൈറ്റ് എന്തായിരിക്കും? ഈ പിരമിഡിന്റെ ഹൈറ്റ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ, ആ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇങ്ങനത്തെ ഒരു ചിത്രം ആദ്യം നമ്മൾ വരയ്ക്കണം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് കണ്ടുപിടിക്കാൻ. ഇവിടെ ഇത് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. ഇത് ബേസിന്റെ പകുതി 20, a/2 എന്ന് പറയും. ബേസ് a ആണ്, അതിന്റെ പകുതി. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് 25 ആണ് എന്ന് പറഞ്ഞു അല്ലെ. ഇത് 3ഉം കണക്ട് ചെയ്തുകൊണ്ട് ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25ന്റെ സ്ക്വയർ, അതായത് സ്ലാൻഡ് ഹൈറ്റ്. ഒന്നുകൂടെ ഒരു ഇക്വേഷൻ എഴുതി തന്നെ പോവാം. ഇക്വേഷൻ എഴുതാതിരുന്നാൽ പറ്റില്ല. നമുക്ക് ഇക്വേഷൻ എഴുതിയിട്ട് പോവാം. ഇക്വേഷൻ എന്താ പറയണേ? സ്ലാൻഡ് ഹൈറ്റ് L സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. L സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? L സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25ന്റെ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ എത്രയാ? 20ന്റെ സ്ക്വയർ അല്ലെ. 20ന്റെ സ്ക്വയർ. ക്ലിയർ ആണ്. അപ്പൊ റൂട്ട് ഓഫ് 25ന്റെ സ്ക്വയർ എത്രയാ? 625 മൈനസ് 20ന്റെ സ്ക്വയർ എത്രയാ? 400. അപ്പൊ നമുക്ക് എത്രയാ കിട്ടണേ? റൂട്ട് ഓഫ് 225. അതെത്രയാണ്? 15 സെന്റിമീറ്റർ. അപ്പൊ ഹൈറ്റ് 15 സെന്റിമീറ്റർ എന്ന് കിട്ടി. മൂന്നാമത്തത്
കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ പിരമിഡ്. ഈ പിരമിഡിന്റെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കാൻ 1/3 a സ്ക്വയർ ഇൻറ്റു h. അപ്പോൾ 1/3 ഇൻറ്റു a സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നോക്കൂ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40 അല്ലേ? അപ്പൊ 40 ഇൻറ്റു 40 ഇൻറ്റു h 15 ആണ്. ഈ 3 15 കൂടെ വെട്ടിപ്പോകുന്നു 5 പ്രാവശ്യം. 40 ഇൻറ്റു 40 എത്രയാണ്? 1600. 1600 ഇൻറ്റു 5 എത്രയാണ്? 1600 ഇൻറ്റു 5. 16 5 എത്രയാണ്? 80 അല്ലേ? 16 5 80 ആണ്. അപ്പൊ 2 പൂജ്യവും കൂടി 8000 സെന്റിമീറ്റർ ക്യൂബാണ് ഈ പിരമിഡിന്റെ വോളിയം. ഇനി ലിറ്ററിൽ എങ്ങാണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, സപ്പോസ് അവർ ചോദിക്കുകയാണ് ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് ചോദിച്ചാൽ ഡിവൈഡ് ബൈ 1000. ക്ലിയർ ആണോ? അപ്പം ഇത്രയും, ഇത് സ്ക്വയർ പിരമിഡ്, കോണ് ചോദിച്ചിട്ടുണ്ട്, സെക്ടർ കോൺ റിലേഷൻ ചോദിച്ചിട്ടുണ്ട്, കോമ്പിനേഷൻ ചോദിച്ചിട്ടുണ്ട്, വലുതീന്ന് ചെറുത് എത്ര ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. സോളിഡിനകത്ത് സ്ഥിരം ചോദ്യങ്ങൾ ഇതാ. ഇനി നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി ഇതൊക്കെ തന്നെ ചോദിക്കുകയുള്ളൂ. ഇനി വേറെ പുതുമയുള്ള ചോദ്യങ്ങളൊന്നും വരാനില്ല. 2023 മാർച്ചിലെ പരീക്ഷയിൽ ചോദിച്ച മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. There are 2 cylindrical wooden blocks. 2 സിലിണ്ടർ ആകൃതിയിലുള്ള ഉടൻ തടി കൊണ്ടുണ്ടാക്കിയ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഒന്ന് ഇതേപോലെ തന്നെ ഇതേ അളവിലുള്ള വേറൊരു സിലിണ്ടറും ഉണ്ട്. ഇതില് ഇവന്റെ ഡയമീറ്റർ, ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത്, ബേസ് ഡയമീറ്റർ ഇതാണല്ലോ, 60 ആണ്. അപ്പൊ റേഡിയസ് 30 ആയിരിക്കും. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടം വരെ വരും 30. ബേസ് ഡയമീറ്റർ 60 ആണ്. അപ്പം റേഡിയസ് 30 എടുക്കാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 60 ആണ്. രണ്ടുപേരുടെ ഹൈറ്റ് 60 ആണ്. രണ്ടുപേർക്കും ഹൈറ്റ് 60 ആണ്. ഓക്കെ, ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എ ലാർജസ്റ്റ് കോൺ ഈസ് കാർവ്ഡ് ഔട്ട് ഫ്രം ദ ബ്ലോക്ക് ആൻഡ് എ ലാർജസ്റ്റ് സ്പിയർ ഫ്രം ദ. നമ്മൾ ഇതിനകത്തു നിന്നൊരു കോണും ഇതിനകത്തു നിന്നൊരു സ്പിയറും നമ്മൾ വെട്ടിയെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? ഈ സിലിണ്ടറിന്റെ വോളിയം എന്ത്? അപ്പൊ ആദ്യം ഈ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കണം. ഞാൻ ഓരോന്നായിട്ട് ചെയ്യാം. സ്പേസ് നമുക്ക് ഒരൊറ്റ പേജേ ഉള്ളൂ. അപ്പൊ അതിനകത്തുള്ള ആ സ്പേസിലുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സോറി ഇവിടെ അല്ല, ഓക്കെ, എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? സിലിണ്ടറിന്റെ വോളിയം എന്താണ്? സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല അറിയാമോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് അവര്. പൈ ആർ സ്ക്വയർ എച്ച്. പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30. 30 ഇൻറ്റു 30 ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ 60. ഓക്കെ, അപ്പോൾ ഇത്രയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 3 ഇൻറ്റു 3 എത്രയാ? 9. 9 ഇൻറ്റു 6 എത്രയാ? 9 6 54 അല്ലെ? 54. അപ്പോൾ 9 6 54. പിന്നെ ഈ 0 എല്ലാം കൊടുക്കണം. അപ്പം 2 3 ഇത്രയും ആണ് പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ വോളിയം, സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ സിലിണ്ടറിന്റെ വോളിയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 54,000 പൈ എന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ കോൺ. ഈ കോണിനെ കണ്ടോ, സിലിണ്ടറിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ആ സിലിണ്ടറിന്റെ പരമാവധി സ്ഥലം പ്രയോജനപ്പെടുത്തിയാണ് ആ ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കിയിട്ടുള്ളത്. വോളിയം ഓഫ് ദ കോൺ ഇസ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇവിടെ വോളിയം ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു 30 ഇൻറ്റു 60 ഇങ്ങനെ വരും അല്ലെ. ഇനി 60 എന്ന് പറഞ്ഞതിന്റെ ഹൈറ്റ് ആണ്. ഇനി നമ്മൾ ഈ 3യും ഇതും കൂടെ വെട്ടിപ്പോകുന്നു. അത് എത്ര പ്രാവശ്യമാണ്? 10 പ്രാവശ്യം. അപ്പോൾ 3 ഇൻറ്റു 6 8 ആണ്. അപ്പോൾ 3 ഇൻറ്റു 6 18 ആണ്. 18ഉം പിന്നെ 3 0 അത്രയും പൈ സെന്റിമീറ്റർ ക്യൂബാണ് കോണിന്റെ വോളിയം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. ഈ സ്പിയർ നമ്മൾ എവിടെ നിന്നാണ് വെട്ടിയെടുക്കുന്നത്? സിലിണ്ടറിൽ നിന്നാണ്. സ്പിയർ വെട്ടിയെടുക്കുന്നത് സിലിണ്ടറിൽ നിന്നാണ്. അപ്പൊ സിലിണ്ടറിന്റെ ഡയമീറ്റർ ആണ് സ്പിയറിന്റെ ഡയമീറ്റർ. ശ്രദ്ധിക്കണം, ഒരു സിലിണ്ടറിൽ നിന്നും ഒരു സ്പിയർ വെട്ടിയെടുത്താൽ സിലിണ്ടറിന്റെ ഡയമീറ്റർ സ്പിയറിന്റെ ഡയമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സിലിണ്ടറിൽ നിന്നും വെട്ടിയെടുക്കുന്ന ഈ സ്പിയറിന്റെ റേഡിയസ് എന്തായിരിക്കും?
സിലിണ്ടറിന്റെ റേഡിയസ് ആയിരിക്കും. അപ്പോൾ എത്രയാണ്? 30. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ സ്പിയർ. ഇനി അവന്റെ വോളിയം കണ്ടുപിടിക്കണം. ഡി ക്വസ്റ്റ്യൻ. ഈ സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം ഓഫ് ദ സ്പിയർ കണ്ടുപിടിക്കുന്ന ഫോർമുല 4/3 പൈ ആർ ക്യൂബ്. വേറെ ഒന്നുമില്ലടാ. ഈ 4/3 നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 4/3 അങ്ങ് അതുപോലെ അങ്ങ് എഴുതുക, ഇൻറ്റു പൈ എഴുതുക. ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 30 × 30 × 30, 30 × 30 × 30. കണ്ടോ? ഈ 3യും ഇതും കൂടെ ക്യാൻസൽ ആവും 10 പ്രാവശ്യം. 4 × 3 12, 12 × 3 36, 12 × 3 36. ഞാനിവിടെ എഴുതുകയാണേ, നല്ല സ്പേസ് ഓക്കെ ഉണ്ട്, കുഴപ്പമില്ല. 36ഉം ഇവിടെ ഉള്ള ഈ 3 പൂജ്യവും കൊടുക്കുക. കണ്ടോ? ഇത്രയും പൈ സെന്റിമീറ്റർ ക്യൂബാണ് ഉത്തരം. ഓക്കെ, നമ്മുടെ ഇത് മൊത്തം നിറഞ്ഞ് അലമ്പായിരിക്കുകയാണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് ദ കോൺ ആൻഡ് സ്പിയർ. സ്പിയറിന്റെയും കോണിന്റെയും വോളിയത്തിന്റെ റേഷ്യോ എന്താണ്? നമുക്കത് ഇവിടെ ചെയ്യാം. അപ്പം കോണിന്റെ വോളിയം എത്രയാണ്? കോണിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 18,000. ഓക്കെ, 18,000 പൈ ആണല്ലേ, പൈ. സ്പിയറിന്റെ വോളിയം എത്രയാണ്? 36,000 പൈ. അപ്പോൾ കോണിന്റെ വോളിയത്തെ നമുക്ക് V1 എന്ന് കൊടുക്കാം, സ്പിയറിന്റെ വോളിയത്തെ V2 എന്ന് കൊടുക്കാം. അപ്പോൾ V1/V2 = 18,000 പൈ ഡിവൈഡ് പൈ ക്യാൻസൽ, 0 ക്യാൻസൽ, 0 ക്യാൻസൽ, 0 ക്യാൻസൽ, 18 36 ക്യാൻസൽ 2 പ്രാവശ്യം. അപ്പോൾ V1/V2 = 1/2. അപ്പം V1 = V2, V1 = V2 = 1:2. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ കോണിന്റെയും സ്പിയറിന്റെയും റേഷ്യോകൾ, അതായത് വോളിയത്തിന്റെ റേഷ്യോകൾ 1:2 ആയിരിക്കും എന്ന് കിട്ടും. ക്ലിയർ ആണ്? ഇത്രയും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിച്ച് വെറുതെ നിങ്ങളുടെ സമയം കളയുന്നില്ല. ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ കമൻറ്റ് ചെയ്യണം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ആണ്, സ്ക്വയർ പിരമിഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ പിരമിഡ് ഈസ് മേഡ് ബൈ യൂസിങ്, അതിലൂടെ ഒരു പടം വരയ്ക്കാനുണ്ട് അല്ലേ. 2023 മോഡൽ എക്സാമിന് തന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാം വ്യക്തമായി വായിക്കുക. സ്ക്വയർ പിരമിഡുമായി ബന്ധമുള്ളതാണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നവർ 10ാമത്തെ ചോദ്യം, ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനും ഒരു എന്താ പറയുക, ഒരു സോളിഡ് മെറ്റൽ സ്പിയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നതാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി തരുന്നതാണ്. മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു ചാപ്റ്ററും കൂടി, ഏതെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ട ചാപ്റ്റർ ഏതാണെന്ന് പറയുക. പോളിനോമിയൽ നമ്മൾ നമ്മുടെ യൂട്യൂബിനകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ, ഇപ്പോൾ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് ചെയ്തു, അൽജിബ്ര ചെയ്തു, പോളിനോമിയൽ ചെയ്തു, സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്തു, ഇങ്ങനെ എല്ലാ ചാപ്റ്ററും ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിന് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.